ചുമതലയിൽ വന്നതിന് ശേഷം എൻ്റെ മുൻഗാമിക്ക് ഒരു സ്മാരകം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം വലിയ ഒരു കാരുണ്യത്തിൻ്റെ നിറകുടമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് വളരെ അടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കുന്നംകുളം പ്രദേശത്ത് മാത്രം സ്വന്തം കയ്യിൽ നിന്ന് തനിക്ക് ലഭിച്ച കൈമുത്തിൽ നിന്ന് അദ്ദേഹം കാലം ചെയ്യുന്നതിന് മുമ്പ് 22 ഭവനങ്ങൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുകയുണ്ടായി. മഞ്ഞപ്ര ബാലഭവൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിരുന്ന സമയത്ത് പക്വമ്യൂസിലിമേനി കാലം ചെയ്തപ്പോഴാണ് എന്നെയും അതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അദ്ദേഹം കാലം ചെയ്യുന്നത് വരെ ആ മഞ്ഞപ്ര ബാലികഭവനം രണ്ടായി. അത് ബാലികഭവനം അവിടെയും ബാലഭവനം വടവൂടുമായി മാറി. ഈ പ്രസ്ഥാനത്തിന് എന്തുമാത്രം സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. അവിടുത്തെ പ്രവർത്തിക്കുന്ന കിഴക്കമ്പലം കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനറിയാം. അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് എപ്പോൾ നിങ്ങൾ ഇരിക്കണ്ട, ഞാൻ തന്നുകൊള്ളാം. എൻ്റെ അടുത്ത് ഒരു ചെക്ക് കൊണ്ട് തന്നിട്ട് പറയും, ഇതിന് രസീത് വേണ്ട, ആരോടും പറയണ്ട. ഞങ്ങൾക്ക് രസീത് എഴുതാതിരിക്കാൻ ഒക്കുകയില്ല. രസീത് എഴുതും, തിരുമേനിക്ക് അയച്ചു കൊടുക്കാറില്ല. കണക്കിനകത്ത് വരുത്താതിരിക്കാനും സാധിക്കുകയില്ല. അങ്ങനെ നിശബ്ദമായിട്ട് രഹസ്യമായിട്ട് എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരുന്ന ഒരു പിതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനൊരു സ്മാരകം ഉണ്ടാകണമെങ്കിൽ അത് ഒരു ജീവകാരുണ്യ സ്ഥാപനമാകരിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് ഈ സഹോദരൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്.